നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാളെ രാവിലെ നമ്മൾ നേരം പുലരുമ്പോൾ കേൾക്കാൻ പോകുന്നത് ലോകം ഒന്നടങ്കം കാത്തിരുന്ന ആ നിമിഷത്തിനു വേണ്ടിയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൌത്യം പൂർത്തിയാക്കിയ ക്രൂ 9 സംഘം ഇന്ന് ഭൂമിയിലേക്ക് പുറപ്പെടും. സുനിത വില്യംസ്, ബൂച്ച് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനോവ് എന്നിവരാണ് ക്രൂ 9 സംഘത്തിലെ അംഗങ്ങൾ. രാവിലെ 8:15 4 യാത്രികരും യാത്ര ചെയ്യുന്ന സ്പേസ് എക്സിന്റെ ഗാർഡൻ ഫ്രീഡം പേടകത്തിന്റെ വാതിലുകൾ അടയും. 10:30 ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടും. തുടർന്ന് 17 മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെ 3:27 പേടകം ഭൂമിയിൽ ഇറങ്ങും. ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന കടലിലാണ് ഈ ഡ്രാഗൺ പേടകം ഇറങ്ങുന്നത്. നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസ്, ബൂച്ച് വിൽമോർ ചൊവ്വാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറപ്പെടുമെന്ന വാർത്ത കേട്ടതോടുകൂടി തന്നെ ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ISS-ൽ നിന്ന് പുറപ്പെടും എന്ന് തന്നെയാണ് എല്ലാവരും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ ഇരുവരുടെയും 9 മാസത്തെ അസാധാരണമായ ബഹിരാകാശ യാത്രയ്ക്കാണ് വിരാമമാകുന്നത്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ 8 ദിവസത്തെ ഈ ഹ്രസ്വ പരീക്ഷണ പറക്കലായി ആദ്യം പദ്ധതിയിട്ടിരുന്ന അവരുടെ ദൌത്യം വാഹനത്തിലെ അപ്രതീക്ഷിത സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നീട്ടിവെക്കുകയായിരുന്നു. വിൽമോറിനും മറ്റ് 2 ക്രൂ 9 അംഗങ്ങൾക്കുമൊപ്പം വില്യംസ് സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ മടങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ബോയിങ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന്റെ കന്നി ക്രൂ ദൌത്യത്തിന് ശേഷം കഴിഞ്ഞ വർഷം ജൂൺ മുതൽ ബഹിരാകാശ യാത്രികർ ഈ ISS-ൽ ഉണ്ട്. സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുകയും മടക്കയാത്രയ്ക്ക് യോഗമല്ല എന്ന് കണക്കാക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ പോലും ഇവർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള വാർത്തയല്ല ISS പുറത്തുവിട്ടിരുന്നത്, അല്ലെങ്കിൽ നാസ പുറത്തുവിട്ടിരുന്നത്. നാസയെ സംബന്ധിച്ച് അവിടെ ഒരു കുടുങ്ങിക്കിടക്കലില്ല, പകരം അവർ ഇപ്പോഴും അവിടെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഓരോ ദിവസവും അവർക്കുള്ള വേതനത്തിൽ 357 രൂപ മാത്രമാണ് വർധനവുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി പോലെ തന്നെയാണ് ബഹിരാകാശവും നാസയ്ക്ക് ബഹിരാകാശവും നാസ കാണുന്നത് അങ്ങനെ തന്നെ ഭൂമിയായി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നാസ ബഹിരാകാശം ചെയ്യുന്നത് പോലെയാണ് കണക്ക് കൂട്ടുന്നത്, അല്ലെങ്കിൽ ഈ ബഹിരാകാശം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നാസ ഭൂമിയിൽ ചെയ്യുന്നത് പോലെയാണ് കണക്കാക്കുന്നത്. എന്തായാലും ഈ സ്റ്റാർലൈനിന്റെ ഈ പ്രൊപ്പറേഷണൽ പ്രശ്നങ്ങൾ ഒരു ബദൽ പദ്ധതി അനിവാര്യമാക്കി. ഇത് ക്രൂ 9 ദൌത്യത്തിൽ അവയെ ഉൾപ്പെടുത്തുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുകയായിരുന്നു. 2024 ജൂൺ 5 വില്യംസും വിൽമോറും ISS-ൽ ഒരു ചെറിയ താമസത്തിനുള്ള പദ്ധതികളോടെ വിക്ഷേപിച്ചത്. എന്നിരുന്നാലും എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ എഞ്ചിനീയർമാർ സാറ്റലൈനറിൽ ഹീലിയം ചോർച്ചയും ഈ പ്രൊപ്പേഷൻ സിസ്റ്റം തകരാറുകളും കണ്ടെത്തിയിരുന്നു. ഇത് അവരുടെ തിരിച്ചുവരവിന് സുരക്ഷിതമല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത്. കാലതാമസം നാസ അംഗീകരിക്കുകയും 2025 തുടക്കത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് എക്സ് ദൌത്യം വഴി ഒരു ബദൽ തിരിച്ചുവരവ് ആസൂത്രണം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. 2024 സെപ്റ്റംബർ ഒരു നിർണായക ഘട്ടം തന്നെയായിരുന്നു. ബഹിരാകാശ യാത്രികരെ കൂടാതെ സാറ്റലൈനർ ഭൂമിയിലേക്ക് മടങ്ങി. മറ്റ് ബഹിരാകാശ പേടകങ്ങൾക്കുള്ള ഈ ഡോങ്കിംഗ് പോർട്ട് സ്വതന്ത്രമാക്കുകയും ചെയ്തു. വില്യംസും വിൽമോറിനും സുരക്ഷിതമായ തിരിച്ചുവരവ് ഓപ്ഷൻ കാത്തിരിക്കുമ്പോൾ ISS-ന്റെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കാനാണ് ഈ തീരുമാനം. ദീർഘകാല താമസവും പുതിയ റിട്ടേൺ പ്ലാനും എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ബഹിരാകാശ യാത്രികൾ 150-ലധികം ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ദീർഘകാല താമസവുമായി പൊരുത്തപ്പെടുകയും ചെയ്തു. ഇത് ബഹിരാകാശത്തെ ഗവേഷണങ്ങൾക്ക് ഗണ്യമായ സംഭാവനയാണ് നൽകിയിരിക്കുന്നത്. ഒടുവിൽ അവരെ മടക്കയാത്രയ്ക്കായി സ്പേസ് എക്സ് ക്രൂ 9 ദൌത്യത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. മാർച്ച് 17 ISS-ലെത്തിയ ക്രൂ 10 ദൌത്യം വില്യംസിന്റെയും വിൽമോറിന്റെയും യാത്രയ്ക്ക് ആവശ്യമായ ക്രൂ കൈമാറ്റത്തിന് സൗകര്യം ഒരുക്കുകയായിരുന്നു. ബഹിരാകാശ യാത്രികരായ നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബിനോവ് എന്നിവർക്കൊപ്പം വില്യംസും വിൽമോറും സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ കയറിക്കഴിഞ്ഞു. മാർച്ച് 19 ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 4 ബഹിരാകാശ യാത്രികരും ഫ്ലോറിഡ തീരത്ത് നിന്ന് ഇറങ്ങും. 17 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കും. 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുന്നതിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഇവർ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് അവരുടെ യാത്രയിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് തന്നെയാണ്. ഈ നാഴികക്കല്ലിൽ അവർ നേരിടേണ്ട വെല്ലുവിളികൾ അനവധിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കൈകാലുകൾ ഒരു കുഞ്ഞു കുട്ടികളെ പോലെയായി മാറുമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം
പാദം വല്ലാണ്ട് നേർത്തായി മാറുക തന്നെ ചെയ്യും. പിന്നീട് ഈ ഒരു ശരീര വെയിറ്റ് നന്നായി കുറയും. ഒരു പേന പോലും എടുത്തു പൊക്കാൻ കഴിയാത്തക്ക വിധത്തിൽ ശരീരത്തിന്റെ ബലം അങ്ങ് കുറഞ്ഞു തുടങ്ങും. മാത്രമല്ല മരണം വരെ സംഭവിച്ചേക്കാം എന്നടക്കമുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് മാത്രമാണ് പ്രാർത്ഥന. ഈ സുനിത വില്യംസ് എന്ന് പറയുന്നത് സുനിത വില്യംസിന്റെ അച്ഛൻ ഇന്ത്യൻ വംശജൻ കൂടിയാണ്. അങ്ങനെ ഇന്ത്യൻ വേരുള്ള ഇന്ത്യൻ ചോരയുള്ള സുനിത ഇത്തരത്തിൽ ബഹിരാകാശത്തിൽ പോയി ഏകദേശം 2 യാത്രയോടുകൂടി 2 തവണ, ഇപ്പോൾ 2ാം വട്ടം പോയപ്പോഴാണ് അവിടെ കുടുങ്ങേണ്ടി വന്നത്. ഈ 2 യാത്രയോടുകൂടി ഏകദേശം 570ഓളം ദിവസം തങ്ങി രണ്ടാമത് ലോകത്തിൽ 2ാം സ്ഥാനത്തേക്ക് എത്തുകയാണ്. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ ദിവസം തങ്ങിയ വനിതകളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് എത്തുകയാണ് സുനിത വില്യംസ്. അങ്ങനെ ഒരു റെക്കോർഡ് കൂടി സുനിത തിരുത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. മാത്രമല്ല അനവധി കാര്യങ്ങൾ ഈ സ്പേസ് എക്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിർണായക കാര്യം തന്നെയാണ്. കാരണം നാസ എത്രത്തോളം ഇത് കുടുങ്ങിക്കിടന്നിട്ടില്ല എന്ന് പറഞ്ഞിരുന്നാലും ഈ സ്പേസ് എക്സിന്റെ പേടകം വഴി അവർ പുറത്തേക്ക് വരുമ്പോൾ സ്പേസ് എക്സും ട്വിറ്ററിനും ഒക്കെ തന്നെ അതൊരു വലിയ നിർണായക നീക്കം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ട്വിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ തന്നെ ഈ ഒരു കരിയറിനെ തന്നെ, ട്വിറ്ററിന്റെ ആ പ്ലാറ്റ്ഫോമിനെ തന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് എന്ന് വേണം പറയാൻ. ഡൊണാൾഡ് ട്രംപിനും അതുപോലെ തന്നെ ട്വിറ്റർ മേധാവിക്കുമൊക്കെ തന്നെ നന്ദി അറിയിച്ചുകൊണ്ട് സുനിത വില്യംസും സഹയാത്രികരും നടത്തിയ ഒരു വീഡിയോ, ദീർഘനേരമുള്ള വീഡിയോ, അവിടെയുള്ള അനുഭവങ്ങൾ, അവിടെയുള്ള ഓരോ ദിവസവും ഓരോ മണിക്കൂറും എങ്ങനെയാണ് കടന്നുപോയത് എന്നതിനെ കുറിച്ചുള്ള ഒരു ദീർഘമായ ഒരു വീഡിയോ സുനിത വില്യംസ് കഴിഞ്ഞ ദിവസം ട്വിറ്ററിലൂടെ സുനിത വില്യംസിന്റെ വാക്കുകൾ പുറത്തെത്തിയിരുന്നു. എന്തായാലും കാത്തിരിക്കുകയാണ് ലോകം, എവിടെ, എങ്ങനെ, എപ്പോൾ. ഇപ്പോൾ ഇത് അതിനൊക്കെ തന്നെ ഉത്തരമായിരിക്കുകയാണ്. ഇന്ത്യൻ സമയം രാവിലെ 3:27 പുലർച്ചെ 3:27 കടലിലാണ് പതിക്കുന്നത്. കടലിൽ പതിച്ച ശേഷം കൃത്യമായ നിരീക്ഷണമുണ്ട്. അവിടെ സജ്ജീകരിക്കും. കാരണം ഒരു യാത്ര പോയി കപ്പലിൽ നിന്നും അല്ലെങ്കിൽ ഒരു പാരച്യൂട്ടിൽ നിന്നും യാത്ര പോയി തിരിച്ചു വരുന്നവരെ നമ്മൾ അതേ വേഗത്തിൽ തന്നെ വീണ്ടും കരയിലേക്ക് എത്തിക്കുന്ന ആ രീതിയിലല്ല. തുടർന്ന് ഇവർ പേടകത്തിൽ നിന്ന് വന്നതിന് ശേഷം വീണ്ടും ഒരു പേടകത്തിനകത്തായിരിക്കും. പിന്നീട് പതിയെ സാവധാനം ഈ ഒരു ഭൂമിയുടെ കാലാവസ്ഥയുമായി സാധാരണ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും സാധാരണ ജീവിതത്തിലേക്ക് എത്തുക. ഇനി വരുന്ന 1 മാസത്തോളം കാലം ആരുമായി സംസാരിക്കാനുള്ള സാഹചര്യമില്ല. ഒരു സാധാരണഗതിയിലേക്ക് ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഈ സുനിത വില്യംസിന്റെ ഒക്കെ തന്നെ ഒരു പ്രസ് മീറ്റ് അടക്കമുള്ളവ ഉണ്ടാവുക എന്നാണ് മനസ്സിലാകുന്നത്. നാളെ ഏതായാലും ഒരു ബ്രീഫിംഗ് ഉണ്ടാകും. എങ്ങനെയാണ് ഈ പദ്ധതി പൂർണ്ണമായും പൂർത്തീകരിച്ചത് എന്നുള്ളൊരു ബ്രീഫിംഗ് ഉണ്ടാകും. ഏതായാലും ലോകം കാത്തിരിക്കുകയാണ് സുനിത വില്യംസിന്റെ മടക്ക യാത്രയ്ക്കായി. സുനിത വില്യംസ് നാട്ടിലെത്തുമ്പോൾ, അല്ലെങ്കിൽ സുനിത വില്യംസും ബൂച്ച് വിൽമോറും നാട്ടിലേക്ക് എത്തുമ്പോൾ, ലോകത്തേക്ക് എത്തുമ്പോൾ, തിരിച്ചു മടങ്ങി വരുമ്പോൾ ഇതൊരു ചരിത്ര നേട്ടം കൂടിയായി മാറിയിരിക്കുകയാണ്. അതിൽ കാത്തിരിക്കാം. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി.